Hi guys. So നമ്മളെല്ലാവരും 2026 മെയ് 24th എന്നൊരു ഡേയിലേക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. സോ ടാർഗറ്റ് ഇസ് UPSC 2026 prelims means an interview. So UPSC 2026 അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പ്ലാൻ അല്ലെങ്കിൽ പ്ലാനിങ്. സോ ഈ പ്ലാനിങ് നമുക്ക് എങ്ങനെ ചെയ്യാം, നമുക്ക് UPSCക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്താണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഗോയിങ് ടു ഹാവ് എ പ്ലാൻ ഫോർ UPSC 2026 ആൻഡ് ഓൾസോ എങ്ങനെയാണ് പ്രിലിംസിനെയും മെയിൻസിനെയും അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിനുള്ള ഒരു ടൈം ലൈൻ. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ ഒരു ടൈം ലൈൻ പ്ലാൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. So my name is Marin and welcome to today's class. So നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു പ്ലാൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്താണ് അതിൽ ചെയ്യാനുള്ളത് എന്നറിഞ്ഞിരിക്കണം അല്ലെ. നമ്മളിപ്പോ ഒരു പുതിയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങിയെന്ന് വിചാരിക്കാം. നമ്മൾ ആദ്യം തന്നെ എന്തായിരിക്കും നോക്കുക, അതിന്റെ മാനുവലാണ് വായിക്കുക, റൈറ്റ്. എന്തിനാണ്, അതെങ്ങനെ യൂസ് ചെയ്യണം, അതിലെന്തൊക്കെ പാർട്സ് ഉണ്ട്, എന്തെങ്കിലും പാർട്സ് മിസ്സായോ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ടാണ് നമ്മൾ മാനുവൽ എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. അതിനായിട്ടാണ് അതിന്റെ മാനുഫാക്ചറേഴ്സ് മാനുവൽ തരുന്നത് തന്നെ. സോ ഇന്നത്തെ സെഷനിൽ നമ്മുടെ UPSCയുടെ മാനുവൽ ആയിട്ടുള്ള നമ്മുടെ സിലബസ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ചെയ്യുന്നത്. ഐ ഓൾറെഡി നോ സിലബസ് കവർ ചെയ്തിട്ടുള്ളതാണ് ഒരു സെഷനിൽ. പക്ഷേ എനിക്ക് ഒരു സെഷൻ മുന്നോട്ട് പോകണമെങ്കിൽ, ഈ ഒരു അനാലിസിസ് നടത്തണമെങ്കിൽ ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ് സിലബസ് അഗെയിൻ. സോ ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സിലബസ് അറ്റ്ലീസ്റ്റ് മിനിമം അല്ലെ മാക്സിമം വീക്ക്ലി എങ്കിലും നമ്മൾ ഈ സിലബസിലൂടെ കവർ ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ദാറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു നോ വാട്ട് ടു സ്റ്റഡി, വാട്ട് നോട്ട് ടു സ്റ്റഡി. ഓക്കെ, സോ അതിനു മുന്നേ തന്നെ നമുക്ക് അനാലിസിസ് ചെയ്യണമെങ്കിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രിലിംസിന് നമുക്കറിയാം GS1 ആൻഡ് GS2. GS1 ജനറൽ പേപ്പേഴ്സ് ആണുള്ളത് ആൻഡ് GS2 CSAT ആണുള്ളത്. ഓക്കെ, സോ നമ്മൾ മെയിൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിഫയിങ് പേപ്പേഴ്സ് ആയിട്ട് 2 പേപ്പേഴ്സ് ഉണ്ട്, പേപ്പർ A, B ആൻഡ് അത് 300 മാർക്സിന്റെയാണ്. ആൻഡ് ദെൻ നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് GS1 വിച്ച് ഇസ് ഇന്ത്യൻ ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി ഓഫ് വേൾഡ് ആൻഡ് സൊസൈറ്റി. ഓക്കെ, സോ ബേസിക്കലി ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്ട് ആൻഡ് കൾച്ചർ, ദാറ്റ് കംസ് അണ്ടർ ഹിസ്റ്ററി ഇറ്റ്സെൽഫ്. നമുക്ക് പിന്നെ സൊസൈറ്റി ഉണ്ട്. ഓക്കെ, 3 മെയിൻ ടോപ്പിക്സ് ആണ്, ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സൊസൈറ്റി ആണ് GS1 നമുക്ക് കവർ ചെയ്യാനുള്ളത്. ആൻഡ് ഇറ്റ്സ് ഫോർ 250 മാർക്സ്. ഓക്കെ, GS2 നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവേണൻസ് ആൻഡ് പോളിറ്റി ഉണ്ട്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ കംസ് ഇൻ പോളിറ്റി. സോ ഗവേണൻസ് ഇൻ പോളിറ്റി, പിന്നെ സോഷ്യൽ ജസ്റ്റിസ്, പിന്നെ IR ഇന്റർനാഷണൽ റിലേഷൻസ്, ദാറ്റ്സ് ഓൾസോ ഫോർ 250. സോ ഇതിലെ മെയിൻ സബ്ജക്ട്സ് പോളിറ്റി, ഗവേണൻസ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ, 4 ടോപ്പിക്സ് ആണ് പേപ്പർ 3, അതായത് GS2 GS3 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ടെക്നോളജി, ദാറ്റ് കംസ് അണ്ടർ സയൻസ് ആൻഡ് ടെക്. പിന്നെ നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ്, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ് കംസ് അണ്ടർ എൻവയോൺമെന്റ്, പിന്നെ സെക്യൂരിറ്റി ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഉള്ളത്. ഓക്കെ, ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് കംസ് അണ്ടർ ഇക്കണോമിക്സ് എന്നുള്ള സബ്ജക്ട്. ഓക്കെ, ആൻഡ് GS4 നമുക്ക് എത്തിക്സ്, ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, എല്ലാം 250 മാർക്സിനാണ്. ആൻഡ് ഓഫ് കോഴ്സ് വി ഹാവ് ഓപ്ഷണൽ പേപ്പർ 1 250 മാർക്സിന്, പേപ്പർ 2 250 മാർക്സിന്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം 2025 മാർക്സിലാണ് നമുക്ക് ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒരു റാങ്ക് നിശ്ചയിക്കുന്നത്. ഈ 2025 മാർക്സ് ആണ്. ഓക്കെ, സോ അതില് 275 മാർക്സ് നമ്മുടെ ഇന്റർവ്യൂ പാർട്ടിൽ നിന്നാണ് വരുന്നത്. ആൻഡ് 1750 മാർക്സ് ആണ് നമ്മുടെ റിട്ടൺ സെഷനിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ ഈ 1750 മാർക്സിൽ നിങ്ങൾ എത്ര മേടിക്കുന്നു എന്നതും ഈ ഔട്ട് ഓഫ് 275 നിങ്ങൾ എത്ര കരസ്ഥമാക്കുന്നു എന്നതുമാണ് നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്ന 2 ക്രൈറ്റീരിയാസ്. ഓക്കെ, ഓൾറെഡി നമുക്ക് പ്രിലിംസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷേ പ്രിലിംസ് എന്ന് പറയുന്നത് ഈ 1750 എക്സാമും ഈ 275 ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാലം മാത്രമാണ്. ഓക്കെ, റിമെമ്പർ ഇറ്റ്സ് ജസ്റ്റ് എ ബ്രിഡ്ജ് ടുവേർഡ്സ് യുവർ മെയിൻസ്. സോ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, പ്രിലിംസ് ജസ്റ്റ് പാസ്സായാൽ പോലും നിങ്ങൾക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ലൈക്ക് മെയിൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ
പ്രിലിംസിലല്ല നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഒത്തിരി ആസ്പിറൻസ് ചെയ്യുന്ന ഒരു വളരെ വലിയൊരു മിസ്റ്റേക്ക് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കാര്യമാണ് കൂടുതൽ ടൈം പ്രിലിംസ് ഓറിയന്റഡ് സ്റ്റഡിക്ക് കൊടുത്തിട്ട് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാണ്ടിരിക്കും. അതായത് ഒരു വർഷം മൊത്തം പ്രിലിംസ് പഠിച്ച് പ്രിലിംസ് പാസ്സാവും, പക്ഷെ ഈ 1750 മാർക്കിൽ അവർക്ക് ഒന്നും എഴുതാൻ പറ്റാറില്ല. കാരണം യു ഓൺലി ഗെറ്റ് 3 months, മാക്സിമം 3 months ഒക്കെയാണ് മെയിൻസിന് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ളത്. 3 months കൊണ്ട് ഈ 1750 എക്സാം നമുക്ക് പാസ്സാവാൻ പറ്റത്തില്ല, ബേസിക്സ് ഇല്ലാണ്ട്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമ്മൾ ഒരിക്കലും പ്രിലിംസ് ഓറിയന്റഡ് പ്രിപ്പറേഷൻ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ, വി ഷുഡ് ഹാവ് എ മെയിൻസ് oriented preparation. Okay, always remember we should have a means oriented preparation. Okay, so അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇനി അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, അപ്പൊ പ്രിലിംസിന് പഠിക്കണ്ടേ, പ്രിലിംസിന് കട്ട് ഓഫ് വളരെ കുറവല്ലേ, സോ അതുകൊണ്ട് തന്നെ ലൈക്ക് 200 ഒരു മാക്സിമം 90-80 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം അല്ലേ, അതുകൊണ്ട് സമയം കൂടുതലിട്ട് പഠിക്കണ്ടേ, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മൈൻഡിൽ വരും. ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് റൈറ്റ്. ഓക്കെ, ഇനി അതിലേക്കാണ് ഞാൻ വരുന്നത്. നമ്മുടെ സിലബസ് എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ ടുവേർഡ്സ് ദ സിലബസ്. ഓക്കെ, സോ വെൻ യു ഗോ ടു ദ സിലബസ്, ഇവിടെ നോക്കൂ, നമുക്ക് ആദ്യം തന്നെ പ്രിലിംസിന്റെ സിലബസ് നോക്കാം. CSAT is an exemption, നമുക്കറിയാം, അത് മാത്സ് പഠിച്ചാലേ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ പ്രിലിംസിന്റെ GS1 ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു സബ്ജക്ട്. സോ നമ്മളിവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലുക്ക് അറ്റ് ദിസ്. ആദ്യം നമ്മൾ പറയുന്നത് കറണ്ട് ഇവന്റ്സ് ഓഫ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ ഇമ്പോർട്ടൻസ്, അതായത് അത് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്കറിയാം കറണ്ട് അഫയേഴ്സ് ഇസ് നീഡഡ് ഫോർ UPSC. ഓക്കെ, രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ്. ഓക്കെ, ഓർക്കാം, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ മൂവ്മെന്റ്, ഈ ടേംസ് നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഓക്കെ, ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ്. പിന്നെ പറയുന്നത് ജോഗ്രഫിയാണ്, ഇന്ത്യയുടെയും വേൾഡിന്റെയും ജോഗ്രഫി, അത് ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് വേൾഡ്. ഓക്കെ, പിന്നെ വരുന്നത് പൊളിറ്റി, ഗവേണൻസ്, അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റംസ്, പഞ്ചായത്ത് രാജ്, പബ്ലിക് പോളിസി, റൈറ്റ്സ് ഇഷ്യൂസ് എക്സെട്ര, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് പൊളിറ്റിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ. സോ പൊളിറ്റി ആൻഡ് ഗവേണൻസ് വരുന്നുണ്ട്. അടുത്തതിൽ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആണ് വരുന്നത്, പല രീതിയിലുള്ള ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, പിന്നെ പോവർട്ടി, ഇൻക്ലൂഷൻ, ഡെമോഗ്രാഫിക്സ്, സോഷ്യൽ സെക്ടർ ഇനിഷ്യേറ്റീവ്സ്, കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. പിന്നെ എൻവയോൺമെന്റൽ ഇക്കോളജിയിലും ബയോഡൈവേഴ്സിറ്റി, ക്ലൈമറ്റ് ചേഞ്ച്, ഇതിലൊക്കെ വരുന്ന ജനറൽ ആയിട്ടുള്ള ഇഷ്യൂസ്. ഓക്കെ, ദാറ്റ് ഡു നോട്ട് റിക്വയർ സബ്ജക്ട് സ്പെഷ്യലൈസേഷൻ, ഇഷ്യൂസ് എന്തൊക്കെയാന്ന് മാത്രം അറിഞ്ഞിരിക്കുക ഇൻ ജനറൽ സയൻസ്. ഓക്കെ, സോ ഇനി വാട്ട് ഐ ഹാവ് ടു ഷോ ഈസ് നമുക്ക് മെയിൻസിന്റെ സിലബസിലേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ മെയിൻസിന്റെ സിലബസിലേക്ക് പോയി കഴിഞ്ഞാൽ ലെറ്റ്സ് ലുക്ക് അറ്റ് GS1. ഓക്കെ, GS1 എന്താണ് ഇവിടെ നോക്കുന്നത്? ലുക്ക്, ഇറ്റ്സ് ഹെറിറ്റേജ് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി. ഇനി കുറച്ചും കൂടെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലുക്ക്, ഹിസ്റ്ററി ഫ്രം ദ മിഡിൽ ഓഫ് 18th century അണ്ടിൽ പ്രസന്റ്, അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ അവിടെ പറഞ്ഞ ഹിസ്റ്ററി അതിൻ്റെ അത് പെടുന്നുണ്ട്, റൈറ്റ്? ദ ഹിസ്റ്ററി വിച്ച് ഇസ് ഹിയർ. ലുക്ക്, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നുണ്ട് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഇന്റർനാഷണൽ മൂവ്മെന്റ്, ഇത് രണ്ടുമാണ് ഇവിടെ പറയുന്നത്. നമ്മളെ മെയിൻസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് മോഡേൺ ഹിസ്റ്ററി, പിന്നെ ഫ്രീഡം സ്ട്രഗിൾ, അതിന്റെ നമുക്ക് നാഷണൽ മൂവ്മെന്റ്സ് ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഓക്കെ, ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രിലിംസിന് പഠിക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. മോഡേൺ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ, ഫ്രീഡം സ്ട്രഗിൾ, അതിൽ പെടുന്നതാണ് ഇന്റർനാഷണൽ മൂവ്മെന്റ്സ്, ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഐ തിങ്ക് ഐ ഹാവ് ഗോട്ട് ടു ഗിവ് യു എൻ ഐഡിയ, റൈറ്റ്? സോ പ്രിലിംസിൽ നമ്മൾ പറഞ്ഞ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയും ഇന്റർനാഷണൽ മൂവ്മെന്റ്സും ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഈ രണ്ട് ടോപ്പിക്സിൽ പെടുന്ന ടോപ്പിക്സ് ആണ്. വാട്ട് ഐ എം ട്രൈങ് ടു ഇമ്പോസ് ഇസ് ദാറ്റ് പ്രിലിംസ് പോർഷൻസ് ഇസ് ദർ ഇൻ മെയിൻസ് ഇറ്റ്സെൽഫ്, അതായത് മെയിൻസിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് തന്നെയാണ് നമുക്ക് പ്രിലിംസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഐ ഷോ യു അനദർ എക്സാമ്പിൾ. നമുക്ക് മറ്റോടത്ത് നമ്മൾ കണ്ടിരുന്നു വേൾഡ് ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ലുക്ക്, നമ്മൾ ഇത് തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജോഗ്രഫി കാണാനുണ്ട്, അവിടെ നാച്ചുറൽ റിസോഴ്സസ്, സോ നമുക്ക് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് വേൾഡ്സ് ജോഗ്രഫി. സോ ജോഗ്രഫി അവിടെ വരുന്നത് നമ്മൾ അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെയൊക്കെ തന്നെയുണ്ട്. നമുക്ക് കുറച്ച് ജോഗ്രഫിക്കൽ ഫിനോമിന, പിന്നെ ഇതിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് അവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇവിടെ വരുന്ന ഫിസിക്കൽ, സോഷ്യൽ, ഇക്കണോമിക് ജോഗ്രഫി ഓഫ് ഇന്ത്യൻ വേൾഡിൽ നമ്മൾ ഫിസിക്കൽ ജോഗ്രഫിനെ കുറിച്ച് കാര്യമായിട്ട് പഠിക്കേണ്ടി വരുന്നില്ല. പക്ഷേ നമ്മൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും
നമ്മൾ മെയിൻസിൽ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള മെയിൻസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഈസ്, നമുക്ക് പ്രിലിംസിന് ഇവിടെ ഒരു സിലബസ്, മെയിൻസിന് അടുത്ത സിലബസ് എന്ന രീതിയിലാണ് UPSC നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷേ അറ്റ് ദി എൻഡ് പ്രിലിംസിന്റെ ഭാഗത്തുനിന്ന് മെയിൻസിലും ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് മെയിൻസിലെ ഭാഗത്തുനിന്ന് പ്രിലിംസിലും ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. So there is not at all an separation between prelims topic and mains topic. Only for separate topics like international relations, security, disaster management. അതൊന്നും prelims ൽ കയറി വരുന്നില്ല. So what you have to understand is general topics എന്താണ്, മെയിൻസ് ഓൺലി ടോപ്പിക്സ് എന്താണ് എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, സോ അതാണ് ഞാൻ ഇനി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഓക്കെ, so I'll explain to you how this is working. Okay, so നമ്മൾ GS1 ആണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ GS1 എടുക്കാം. GS1 നമുക്ക് 3 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് ഹിസ്റ്ററി, സെക്കൻഡ് വൺ ഇസ് ജിയോഗ്രഫി, ആൻഡ് തേർഡ് വൺ ഇസ് സൊസൈറ്റി. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ടോപ്പിക്സ് ഈ ഒരു എന്താ പറയുക പേപ്പർ 1 അല്ലെങ്കിൽ GS1. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഹിസ്റ്ററിയിൽ ഓൾറെഡി പ്രിലിംസിലുള്ള ടോപ്പിക്കാണ്, ജിയോഗ്രഫി ഓൾറെഡി പ്രിലിംസിലുള്ള ടോപ്പിക്കാണ്, സൊസൈറ്റി ഓൾറെഡി പ്രിലിംസിലുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സോ GS1 ഇസ് ഫുള്ളി പ്രിലിംസ് കം മെയിൻസ് സബ്ജക്ട്. അതായത് GS1 എല്ലാ സബ്ജക്ട്സും നമുക്ക് പ്രിലിംസിലും മെയിൻസിലും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സ് ആണ്. ഓക്കെ, സോ ലുക്കിംഗ് അറ്റ് GS2, ഓക്കെ, സോ GS2 നമുക്കുള്ളത് ഫസ്റ്റ് വൺ ഇസ് പൊളിറ്റി, സെക്കൻഡ് സബ്ജക്ട് ഇസ് ഗവേണൻസ്. ഓക്കെ, പൊളിറ്റി, ഗവേണൻസ്, ആൻഡ് തേർഡ് ടോപ്പിക് ഇസ് international relations, IR, and fourth topic is social justice. Okay, social justice. Okay, so നമ്മൾ GS2 ടോപ്പിക്സ് നോക്കി കഴിഞ്ഞാൽ പൊളിറ്റി നമ്മൾ പ്രിലിംസിന്റെ ലിസ്റ്റിലുണ്ട്, പ്രിലിംസിന്റെ എക്സാം സിലബസിന്റെ ലിസ്റ്റിലുണ്ട്. ഗവേണൻസ് ഇസ് ഓൾസോ ദർ ഇൻ ദ ലിസ്റ്റ്. പക്ഷേ IR ഇല്ല, സോഷ്യൽ ജസ്റ്റിസ് ഇല്ല. ഓക്കെ, സോ ഫ്രം ഹിയർ വി കൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് IR ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് രണ്ടും എന്ത് ടോപ്പിക്സ് ആണ്, മെയിൻസ് ടോപ്പിക്സ് ആണ്. ഓക്കെ, സോ അത് രണ്ടും മെയിൻസ് ഓൺലി ടോപ്പിക്സ് ആണ്. ഓക്കെ, ഫൈൻ. മൂവിങ് ഫോർവേഡ് നമ്മൾ GS3 നോക്കുകയാണ്. ഓക്കെ, GS3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ദ ഫസ്റ്റ് ടോപ്പിക് സയൻസ് ആൻഡ് ടെക്. ഓക്കെ, S&T. സെക്കൻഡ് ടോപ്പിക് ആയിട്ട് നമുക്ക് എൻവയോൺമെന്റ് ഉണ്ട്, എൻവയോൺമെന്റ്. And third topic we have economics or economy. Okay, നമുക്ക് economics എന്ന് എഴുതാം. Fourth topic ആയിട്ട് നമുക്ക് disaster management ഉണ്ട്. Okay, and fifth topic ആയിട്ട് we have security. Okay, so നമ്മൾ ഈ ടോപ്പിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക് നമുക്ക് പ്രിലിംസ് കം മെയിൻസ് സിലബസ് പോർഷൻ ആണ്. ഓക്കെ, പ്രിലിംസിനും ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. എൻവയോൺമെന്റും നമുക്ക് പ്രിലിംസിലും ഉണ്ട്, മെയിൻസിലും ഉണ്ട്. ഇക്കണോമിക്സ് ഇസ് ഓൾസോ ദർ ഇൻ പ്രിലിംസ് ആൻഡ് മെയിൻസ്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പ്രിലിംസിൽ കാണാൻ പറ്റില്ല. ഓൾസോ സെക്യൂരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കും നമുക്ക് പ്രിലിംസിന് കാണാൻ പറ്റില്ല. ഓക്കെ, സോ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇസ് മെയിൻസ് ഓൺലി ടോപ്പിക്. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ് നമ്മൾ ഇനി GS4 ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, GS4 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത് കുറച്ച് ബേസിക് തിങ്കേഴ്സിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, ബേസിക് തിങ്കേഴ്സ്, പിന്നെ നമുക്ക് എത്തിക്സിനുള്ള തന്നെയുള്ള IR കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, ആൻഡ് പിന്നെ നമുക്ക് സറൗണ്ടിങ് എൻവയോൺമെന്റിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സറൗണ്ടിങ്സിനെ കുറിച്ച്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ
കാര്യങ്ങളെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പിന്നെ ജോബ് റിലേറ്റഡ് ഡയമെൻഷൻസ്, പിന്നെ പബ്ലിക് ഓർഗനൈസേഷൻസ്, പ്രൈവറ്റ് ഓർഗനൈസേഷൻസ്, കേസ് സ്റ്റഡീസ്, ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് വരുന്നത്. ഓക്കെ, ഐ റൈറ്റ് ഇറ്റ്, ദാറ്റ് വിൽ ബി ഈസി. ഓക്കെ, 3. പിന്നെ നമുക്ക് ജോബ് റിലേറ്റഡ് ഇഷ്യൂസ്, then we have public organization, then private organizations, and we have case studies. ഓക്കെ, സോ ഇതൊക്കെയാണ് GS4 എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ആ ഒരു പേപ്പറിലെ പോർഷൻസ്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒന്നുപോലും നമുക്ക് എന്തിലില്ല, പ്രിലിംസിലില്ല. സോ GS4 is a completely means only topic. Okay, so I think ഈ ഒരു അനാലിസിസിൽ നിന്ന് I have got you ഐഡിയ. ഓക്കെ, സോ GS1 നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ടോ അത് പ്രിലിംസ്, മെയിൻസിന് ആവശ്യമുള്ളതാണ്. GS2 ഇന്റർനാഷണൽ റിലേഷൻസും സോഷ്യൽ ജസ്റ്റിസും ഒഴികെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രിലിംസിന് വേണ്ടതാണ്. GS3 ഡിസാസ്റ്റർ മാനേജ്മെന്റും സെക്യൂരിറ്റിയും ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് പ്രിലിംസിനും മെയിൻസിനും വേണ്ടതാണ്. GS4 ഫുള്ളി നമുക്ക് എന്താണ്, മെയിൻസ് ഓറിയന്റഡ് ആണ്. ഓക്കെ, സോ ഇപ്പൊ ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനിയാണ് നമ്മൾ പ്ലാനിങ്ങിലേക്ക് കിടക്കുന്നത്. ഓക്കെ, സോ ബിഫോർ എൻറ്ററിങ് ഇൻ ടു പ്ലാനിങ് ഐ ഹാവ് ടു ഗിവ് യു കുറച്ച് ഫോക്കസ് ഏരിയാസ്. ഓക്കെ, കുറച്ച് ഫോക്കസ് ഏരിയാസ് അല്ലെങ്കിൽ പ്രയോറിറ്റി ടോപ്പിക്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ for your easy understanding I have made a table for you. Okay, so ഈ 33.4%, 39.6%, 27% ഇത് എഴുതിയിരിക്കുന്നത് നമ്മുടെ ഈ പേപ്പറിൽ ആ ഒരു സബ്ജക്റ്റിനുള്ള വെയിറ്റേജ് എത്രയാണെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ അതായത് നമ്മൾ GS1 എടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നതും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസും ഉള്ള സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ജോഗ്രഫി. ഓക്കെ, കാരണം 39.6% ആണ് ജോഗ്രഫിയിൽ നിന്ന് നമുക്ക് വെയിറ്റേജ് വരുന്നത് ക്വസ്റ്റ്യൻസിന്. ടോട്ടൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ജോഗ്രഫി എന്നാണ് മെജോറിറ്റി പോർഷൻ, അതായത് 39.6%. ഒട്ടും കുറവില്ലാണ്ട് തന്നെ എവിടെ നിന്ന് വരുന്നുണ്ട്, 33% എവിടെ നിന്നാണ്, ഹിസ്റ്ററി എന്നാണ് വരുന്നത്. ഓക്കെ, ബാക്കിയുള്ള 27% ആണ് സൊസൈറ്റിയിൽ നിന്ന് വരുന്നത്. ഓക്കെ, സോ നമ്മൾ GS1 എടുത്തു കഴിഞ്ഞാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട് ഇസ് ജോഗ്രഫി, and then comes history, and then comes society. Okay, and ഇനി ജോഗ്രഫിയിൽ, ഹിസ്റ്ററി, സൊസൈറ്റി, 3 സബ്ജക്ട്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയാസ് ഏതാണ്, ഫോക്കസ് ഏരിയാസ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് ഫോക്കസ് ഏരിയാസ്, അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് ജനറലി ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കൾച്ചറിലാണ്. ഓക്കെ, ആർട്ട് ആൻഡ് കൾച്ചർ പോർഷനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിസ്റ്ററിയിൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദിസ് ഇസ് മെയിൻസ് ഓറിയന്റഡ്. ഓക്കെ, ഈ ഒരു അനാലിസിസ് മെയിൻസ് ഓറിയന്റഡ് ആണ്, പ്രിലിംസ് ഓറിയന്റഡ് അല്ല. പ്രിലിംസിന് അല്ല, മെയിൻസിന്റെ കാര്യം ഞാൻ പറയുന്നത്, മാർക്ക് ദാറ്റ്. ഓക്കെ, സോ മെയിൻസില് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് അനാലിസിസ് നടത്താൻ റീസൺ ഞാൻ പറഞ്ഞല്ലോ, അറ്റ് ദി എൻഡ് പ്രിലിംസ് ജസ്റ്റ് എ ബ്രിഡ്ജ്. നമുക്ക് 1750 മാർക്സ് ഈസ് കമ്മിങ് ഫ്രം മെയിൻസ്, അതാണ് നമ്മുടെ ടാർഗറ്റ്, അല്ലാണ്ട് പ്രിലിംസ് അല്ല. ഓക്കെ, പ്രിലിംസ് ഇസ് ജസ്റ്റ് എ ബ്രിഡ്ജ്. പക്ഷെ അതിന് ആ ഒരു എന്താ പറയുക, ലാഘവത്തോടു കൂടി കാണരുത്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ബ്രിഡ്ജ് ഇല്ലെങ്കിൽ അപ്പുറത്തെത്താൻ പറ്റില്ല. സോ ബ്രിഡ്ജ് ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അപ്പുറത്തെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു പുഴ കടന്ന് അപ്പുറത്തെത്താണ്. പുഴ കടന്ന് അപ്പുറത്തെത്തുമ്പോ അവിടെ ഉള്ളത് മൊത്തം മുതലകളാണെന്ന് വിചാരിക്കാം. അപ്പുറത്ത് എത്തിയാലേ നമുക്ക് നമ്മുടെ ഗോൾഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്കൊരു ബ്രിഡ്ജ് കടക്കണം. ബ്രിഡ്ജ് കടന്നെത്തി കഴിഞ്ഞ് ഇവിടെ ഒരു ട്രഷർ ഉണ്ട്. പക്ഷെ എന്തുണ്ട് ഇവിടെയൊക്കെ, മുതലകളുണ്ട്. മുതലകൾ ഇങ്ങനെ നമ്മളെ തിന്നാൻ വേണ്ടി നോക്കിയേക്കാം. സോ ഒന്നാമത്തെ കാര്യം, ഈ ബ്രിഡ്ജ് ഇല്ലാണ്ട് നമുക്ക് അപ്പുറത്ത് എത്താൻ പറ്റില്ല. ഓക്കെ, ഇനി ബ്രിഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് നമുക്ക് പ്രിലിംസ് കിട്ടി, നമ്മുടെ ബ്രിഡ്ജാണ് നമ്മുടെ പ്രിലിംസ്. ഓക്കെ, സോ നമുക്ക് പ്രിലിംസ് കിട്ടി, നമ്മൾ അപ്പുറത്തെത്തി. അപ്പുറത്തെത്തി കഴിഞ്ഞ് എന്താ സംഭവിക്കുവാണ്, മുതല നമ്മളെ തിന്നത്തില്ലേ? നമ്മൾ എന്തിനു പ്രിപ്പയർഡ് ആയിരിക്കണം, ഈ മുതലകളെ കൊല്ലാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. വെടി വെച്ചോ എന്തെങ്കിലും കാണിച്ചോ അതുങ്ങളെ കൊല്ലാനായിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, സോ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഈ ബ്രിഡ്ജ് കടക്കുമ്പോ തന്നെ
തോക്കും കൊണ്ട് പോകണം, മുതലനെ വെടിവെക്കാനുള്ള തോക്കും കൊണ്ട് നമ്മൾ പോകണം. ഇല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ മുതലയുടെ വായിലിരിക്കും. മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മുടെ എക്സാം. ഓക്കെ, നമ്മൾ ഈ ബ്രിഡ്ജിലേക്ക് കാല് വെക്കുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഈ ബ്രിഡ്ജ് പിടിച്ച് കടക്കാനുള്ള മനോധൈര്യം ഉണ്ടായിരിക്കണം. ഈ മുതലകളെ കൊള്ളാനുള്ള ടൂൾസും ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ ബ്രിഡ്ജ് കിടക്കുന്നത് വെറുതെയാവും, അവിടെ ചെന്ന് ചത്തുപോകും. ഓക്കെ, അവസാനം ഈ പറയുന്ന ട്രഷർ എടുക്കാനുള്ളതല്ലേ നമുക്ക്. സോ വെൻ യു ആർ ഗോയിങ് ഓർ ക്രോസിംഗ് ദ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുക, അവിടെ ചെല്ലാനുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. ഇല്ലെങ്കിൽ വെറുതെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് ചാവേണ്ടി വരും. ആ ഒരു അറ്റംപ്റ്റ് വെറുതെ പോയിന്നിരിക്കും. പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞിട്ട് മെയിൻസ് കിട്ടാണ്ടാവുമ്പോൾ ഉള്ള വിഷമം മറ്റുള്ളവർക്ക് കണ്ടറിയാലോ. ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ മൂലം നമ്മുടെ കയ്യിൽ നമുക്ക് അറിയാം നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു ഇത് മൂലം ഉണ്ടാവുന്ന ഒരു സങ്കടം, ഇറ്റ്സ് വെരി ഹാർഡ്. സോ നെവർ ഡു ദാറ്റ് മിസ്റ്റേക്ക്. സോ ഈ ബ്രിഡ്ജിൽ കാലെടുത്ത് വെക്കുമ്പോൾ ഓൾവേസ് റിമെമ്പർ കയ്യിൽ തോക്കുണ്ടായിരിക്കണം, അതായത് മെയിൻസിന് പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, സോ വിത്ത് ദാറ്റ് ഇൻ മൈൻഡ് ഐ ആം കമ്മിങ് ബാക്ക് ടു ദ ഡിസ്കഷൻ. ഓക്കെ, സോ നമ്മൾ ഫോക്കസ് ഏരിയസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മെയിൻസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഹിസ്റ്ററിയിൽ കൾച്ചർ ആണ് ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കൾച്ചറിൽ നിന്നാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഫ്രീഡം സ്ട്രഗിൾ പോർഷനിൽ നിന്നാണ്. ഓക്കെ, നമ്മൾ ഈ പറയുന്ന പല പല മൂവ്മെന്റ്സും കാര്യങ്ങളും, പിന്നെ അതിലുണ്ടായിട്ടുള്ള ഫേമസ് പേഴ്സണാലിറ്റീസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ കൾച്ചർ, ഫ്രീഡം സ്ട്രഗിൾ അങ്ങനത്തെ ടേംസ് മാത്രമേ പറഞ്ഞു തരത്തുള്ളൂ. അതിന്റെ അകത്ത് ഫോക്കസ് പോയിന്റ്സ് എന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. ഐ ഹാവ് ടു സേ സംതിങ് അബൌട്ട് ദാറ്റ്. ഓക്കെ, സോ ഫ്രീഡം സ്ട്രഗിളിൽ ഏർപ്പെട്ടിട്ടുള്ള പേഴ്സണാലിറ്റീസ് അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഗാന്ധിജി, പിന്നെ സുഭാഷ് ചന്ദ്രബോസ്, അങ്ങനത്തെ അവരുടെ ഒരു റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ്. ഇൻഡിപെൻഡൻസിന് ശേഷം എന്ത് സംഭവിച്ചു, കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ്, ലൈക്ക് ദാറ്റ്. പിന്നെ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത് നാലുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററിയിൽ വരുന്ന ടോപ്പിക്സ്. ഓക്കെ, ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുള്ളത് റിസോഴ്സസിൽ നിന്നാണ്. ഓക്കെ, റിസോഴ്സസിന്റെ ലൊക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ, പിന്നെ ഇൻഡസ്ട്രി, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇൻഡസ്ട്രി കാര്യങ്ങളൊക്കെ, ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഫിസിക്കൽ ജോഗ്രഫി, ക്ലൈമറ്റ് ചേഞ്ചസ് ലൈക്ക് വോൾക്കാനോസ്, പിന്നെ നമ്മുടെ ടോർണാഡോസ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ, പിന്നെ അർബനൈസേഷൻ. ഏറ്റവും ലിസ്റ്റ് വരുന്നത് അർബനൈസേഷനിലാണ്. സോ ദീസ് ആർ ദ ഫോക്കസ് ഏരിയാസ് ഓഫ് ജോഗ്രഫി. ആൻഡ് സൊസൈറ്റിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് സൊസൈറ്റിയുടെ പല പല ഫീച്ചേഴ്സ്. വുമൻസ് റോൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പോപ്പുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങളല്ലേ പോപ്പുലേഷൻ, പിന്നെ പോവർട്ടി, അങ്ങനത്തെ കാര്യങ്ങൾ, ആൻഡ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, പിന്നെ ഗ്ലോബലൈസേഷൻ എഫക്ട്സും കാര്യങ്ങളൊക്കെ, പിന്നെ റീജിയണലിസം, അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ ഇതൊക്കെയാണ് സൊസൈറ്റിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. സോ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഈ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, സോ മൂവിങ് ഫോർവേഡ് നമ്മൾ ഇനി പൊളിറ്റി, ലൈക്ക് GS2 എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിയിൽ നമുക്ക് നോക്കിയാൽ 41.8% ആണ് പൊളിറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്നത്. ഗവേണൻസിന് 14.5%, സോഷ്യൽ ജസ്റ്റിസിന് 21.4% ആൻഡ് IR-ന് 22.3%. സോ പ്രയോറിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കംസ് പൊളിറ്റി, സെക്കൻഡ് കംസ് IR, തേർഡ് ഇസ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഫോർത്ത് ഇസ് ഗവേണൻസ്. ഓക്കെ, സോ ഈ പ്രയോറിറ്റി വെച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ നോക്കാം. ഓൾവേസ് റിമെമ്പർ, ഇതിന്റെ അകത്ത് പൊളിറ്റിയും ഗവേണൻസും ആണ് പ്രിലിംസ് കം മെയിൻസ് ടോപ്പിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, so let's look which are the important topics that we have to cover. Okay, priority കൊടുക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ്? ബേസിക് കോൺസെപ്റ്റ്സ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്? രണ്ടാമത്തേത് ഫെഡറലിസം ഇസ് എ വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. പിന്നെ സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. Then comes comparing of constitution, Indian constitution versus British constitution, Indian constitutionലെ പ്രസിഡന്റിന്റെ സിറ്റുവേഷനും ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രസിഡന്റിന്റെ സിറ്റുവേഷനും പ്രൊവിഷൻസ് തമ്മിൽ എന്താ ഡിഫറൻസ് ഉള്ളത്, അങ്ങനത്തെ രീതിയിലുള്ള കമ്പാരിസൺ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കൂടുതലായിട്ടും. പിന്നെ ലെജിസ്ലേച്ചറിനെ കുറിച്ചിട്ട് ചോദിക്കും. പിന്നെ നമ്മുടെ ബോഡീസിനെ കുറിച്ചിട്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, അങ്ങനത്തെ എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, എന്നാൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇറ്റ്സ് സെയിം. ഓക്കെ, സോ അങ്ങനെ പലതരത്തിലുള്ള ബോഡീസ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എക്സിക്യൂട്ടീവിനെയും ജുഡീഷ്യറിയും. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ് വരുന്നത്. പിന്നെയാണ് എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, പിന്നെ RPA is what? Representation of People's Act. Okay, so that is about polity. Governance നോക്കി കഴിഞ്ഞാൽ
ഗവേണൻസ്, അതായത് ഗവേണൻസ് എങ്ങനെയാണ്, പിന്നെ ഇ ഗവേണൻസ് എന്താണ്, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ ഗവേണൻസ്, പിന്നെ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിനെ കുറിച്ച് റിലേറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ്, പിന്നെ പ്രഷർ ഗ്രൂപ്പ്സ്, അവരുടെ റോള്, അവരുടെ ഫങ്ഷൻസ്, കാര്യങ്ങളൊക്കെ, പിന്നെ റോൾ ഓഫ് CS, അതായത് റോൾ ഓഫ് സിവിൽ സർവൻസിന്റെ റോൾ എന്താണ്, അവരെങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, പിന്നെ NGOസിനെ കുറിച്ച്, NGOസിന്റെ റോൾ എന്താണ്. സോ ഇതൊക്കെയാണ് ഗവേണൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യൽ ജസ്റ്റിസിൽ നമുക്ക് ഗവൺമെന്റ് പോളിസീസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. പല പല സെക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഗവൺമെന്റ് പോളിസീസ് ഏതൊക്കെയാണ് ഉള്ളത്, പിന്നെ ഗവൺമെന്റിന്റെ പല പല വെൽഫെയർ സ്കീംസ് ഇതൊക്കെയാണ്, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ്, എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ്, ഹ്യൂമൻ റിസോഴ്സസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഇതൊക്കെയാണ്, പോവർട്ടി ആൻഡ് ഹങ്കർ കാര്യങ്ങൾ, ഇതൊക്കെയാണ് സോഷ്യൽ ജസ്റ്റിസിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്ന ടോപ്പിക്സ്. ഓക്കെ, നൗ ഇന്റർനാഷണൽ റിലേഷൻസിലേക്ക് പോകുമ്പോൾ ഇന്ത്യയും നെയ്ബർഹുഡും ആയിട്ടുള്ള റിലേഷൻസ്, പിന്നെ IR റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നമുക്കറിയാം ASEAN, പിന്നെ BRICS, അങ്ങനത്തെ രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഏജൻസീസ്, പിന്നെ ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇറാൻ ഇസ് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് അഫക്ടിങ് ഇന്ത്യസ് ഇൻട്രസ്റ്റ്. കാരണം ഇറാനിൽ നമുക്ക് പോർട്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, പിന്നെ അവിടെ നമുക്ക് ഓയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കുറെ ഡയസ്പോറ അവിടെ ഉണ്ട്. സോ അങ്ങനത്തെ രീതിയിൽ നമുക്ക് ഇന്ത്യക്ക് ഇൻട്രസ്റ്റ് ഉള്ള മേഖലകൾ, US is of course an interesting part of ഇന്ത്യ. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഇൻട്രസ്റ്റിനെ ബാധിക്കുന്ന കൺട്രീസ്, അവരായിട്ടുള്ള റിലേഷൻസ് കാര്യങ്ങൾ. സോ അതൊക്കെയാണ് നമുക്ക് IRൽ കവർ ആക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, മൂവിംഗ് ഫോർവേഡ് GS 3ലേക്ക് വരുമ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്കിന് 12.8% ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇക്കോണമിന്ന് 45.2%, എൻവയോൺമെന്റിന് 13.2%, ആൻഡ് സെക്യൂരിറ്റിന് 21.6%, ആൻഡ് ലാസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് 7.2%. ഓക്കെ, സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ദ മെജോറിറ്റി, ഓൾമോസ്റ്റ് ഹാഫ് ഉണ്ട് എന്ത്, ഇക്കണോമിക്സ് ആണ് സോ കോഴ്സ് പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്ട്. സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്ട് ഇസ് ഓഫ് കോഴ്സ് സെക്യൂരിറ്റി, ഇന്റർണൽ സെക്യൂരിറ്റി കാര്യങ്ങൾ, ആൻഡ് തേർഡ് പ്രയോറിറ്റി കംസ് ഫോർ എൻവയോൺമെന്റ്, ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഫോർ സയൻസ് ആൻഡ് ടെക്, ആൻഡ് ദ ലാസ്റ്റ് ഇസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓക്കെ, സോ നമുക്കിനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാ നോക്കാം. സോ സയൻസ് ആൻഡ് ടെക്കില് പല പല ഡെവലപ്മെന്റ്സ്, ഇപ്പോൾ പുതിയ മെഡിസിൻസ് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നു. സോ അങ്ങനത്തെ കാര്യങ്ങള് ടെക്കിന്റെ, അതായത് ടെക്നോളജി ഇൻഡിജിനൈസ് ചെയ്യുക നമ്മുടേതായിട്ടുള്ള രീതിയിൽ. ഇപ്പൊ നമ്മള് മെയിനായിട്ട് ഇൻഡിജിനൈസേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസംസിലൊക്കെ നമുക്ക് കുറെ ഇൻഡിജിനൈസേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രഗ്സ് ഇൻഡിജിനൈസേഷൻ, പല രീതിയിലുള്ള ഇൻഡിജിനൈസേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ടെക്നോളജിയുടെ ഇന്ത്യൻ മെയ്ഡ് ഷിപ്സും എയർക്രാഫ്റ്റ്സും ഒക്കെ വരുന്നുണ്ട്. സോ അതാണ് ഇൻഡിജിനൈസേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ടോപ്പിക്. പിന്നെ IPR ഇഷ്യൂ. എന്താണ് IPR? ഇറ്റ്സ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഓക്കെ, സോ പ്രോപ്പർട്ടി റൈറ്റ്സ് ഇഷ്യൂ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സയൻസ് ആൻഡ് ടെക്കിൽ കൂടുതലായിട്ട് വരും. ഇക്കോണമി നോക്കി കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുന്നത്. പിന്നെ ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ് എങ്ങനെയാണ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രോപ്സ്, ഇറിഗേഷൻ ബന്ധപ്പെട്ടുള്ള റിലേറ്റഡ് ഇഷ്യൂസ്, അതിൽ വരുന്ന ടെക്സ് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജീസ് എന്തൊക്കെയാണ്, പിന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഫുഡ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ, പിന്നെ ആനിമൽ റിയറിംഗ് ആൻഡ് FPI, ലാൻഡ് റിഫോംസും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും, ലിബറലൈസേഷൻ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ടോപ്പിക്സ്. സോ ഇതൊക്കെയാണ് ഇക്കോണമിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. ഓക്കെ, മൂവിംഗ് ഫോർവേഡ്, എൻവയോൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ കൺസർവേഷൻ, പൊല്യൂഷൻ, ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് എ മെയിൻ ഇമ്പോർട്ടന്റ് തിങ്, ആൻഡ് EIA, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, പിന്നെ അത് എനർജിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് റിലേറ്റഡ് വിത്ത് എനർജി. ഓക്കെ, സോ അതാണ് എൻവയോൺമെന്റിലെ മെജോറിറ്റി പ്രയോറിറ്റി ടോപ്പിക്സ്. ഓക്കെ, സോ സെക്യൂരിറ്റിയിലേക്ക് വരുമ്പോൾ എക്സ്ട്രീമിസവും ഡെവലപ്മെന്റും. എക്സ്ട്രീമിസം അത് നമ്മൾ സെക്യൂരിറ്റി പഠിക്കും വാട്ട് ഇസ് എക്സ്ട്രീമിസം. സോ എക്സ്ട്രീമിസം, പിന്നെ സ്റ്റേറ്റും നോൺ സ്റ്റേറ്റും, അതിലുള്ള ടേംസ് ആണ്. ഓക്കെ, യു വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെൻ യു ആർ അറ്റൻഡിങ് ക്ലാസ്സസ്. ഓക്കെ, പിന്നെ സൈബർ സെക്യൂരിറ്റി, മീഡിയ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്തൊക്കെയാണ്, മണി ലോണ്ടറിങ്. സോ സെക്യൂരിറ്റി നമ്മുടെ മെയിൻസിൽ ഉടനീളം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്യൂസ് ആണ്, പ്രശ്നങ്ങൾ, അതെങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, വേ ഫോർവേഡ്, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ വരിക. ഓക്കെ, സോ ബോർഡർ മാനേജ്മെന്റ്, നമ്മുടെ നാഷണൽ ബോർഡേഴ്സ് എങ്ങനെയാണ് നോക്കുന്നത്, മാനേജ്മെന്റ് എങ്ങനെയാണ്, നമ്മുടെ പല പല ഫോഴ്സസ് ഏതൊക്കെയാണ്, സംഭവങ്ങളൊക്കെ. ഓക്കെ, അവരെ നേരിടേണ്ട ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ലാസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഓഫ് കോഴ്സ് പല പല ഡിസാസ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം, ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് GS 3 നമുക്ക് മെയിനായിട്ട് പഠിക്കാം. ഓക്കെ,
സോ കമ്മിങ് ടു GS4 ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫുള്ളി മെയിൻസ് ഓൺലി ടോപ്പിക്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് കേസ് സ്റ്റഡീസ് ആണ്. ഓക്കെ, 49% കേസ് സ്റ്റഡീസ് ആണ് വരുന്നത്. അതായത് ഇപ്പൊ ഓരോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇറാന്റെ സിറ്റുവേഷൻ വരുന്നു. സോ നിങ്ങൾ പ്രധാനമന്ത്രി ആണെങ്കിൽ ഇറാനിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യും, ആരുടെ കൂടെ നിൽക്കും. സോ ഇതൊക്കെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഒരു സിറ്റുവേഷൻ തരും, റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ആണ് മെജോറിറ്റി കണ്ടിട്ടുള്ളത്. സോ ആ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ട് വാട്ട് വുഡ് ബി യുവർ പെർസ്പെക്ടീവ്, വാട്ട് വുഡ് യു ഡു, വാട്ട് വുഡ് ബി ദ മെഷേഴ്സ് യു ഡു, ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡീസ് എന്ന് പറയുക. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കേസ് സ്റ്റഡീസ്. സോ അതാണ് മെജോറിറ്റി പോർഷൻ വരിക. പിന്നെ നമുക്ക് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ബേസിക്സും തിങ്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ എത്തിക്സിൽ നമുക്ക് കുറേ ബേസിക്സ് പഠിക്കാനുണ്ട്, കുറച്ച് ടേംസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, പിന്നെ തിങ്കേഴ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, സോ എത്തിക്സും വാല്യൂസും ഇമോഷണൽ ഇന്റലിജൻസ് എങ്ങനെയാണ്, പിന്നെ EQ ഇമോഷണൽ ക്വസ്റ്റ്യൻസ് സംഭവങ്ങളൊക്കെ, പിന്നെ പല പല കോഡ്സ്, പിന്നെ തിങ്കേഴ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് പ്രയോറിറ്റി കംസ് ഫോർ പബ്ലിക് ഓർഗനൈസേഷൻസ്. ഓക്കെ, സോ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതിന്റെ പ്രോബിറ്റി എന്താണ്, പിന്നെ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ് എന്താണ്, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കറപ്ഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. ഓക്കെ, then comes job related dimensions. Okay, so civil services വേണ്ട values എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരിക. ഓക്കെ, സോ then comes what surrounding environment ആണ്. അതായത് നമുക്ക് സറൗണ്ടിങ് എൻവയോൺമെന്റിൽ ഉണ്ടാവേണ്ട ആറ്റിറ്റ്യൂഡ് എന്താണ്, ഫാമിലി ഇൻഫ്ലുവൻസ് ടോപ്പിക്സ് ഒക്കെയാണ് അവിടെ നമ്മൾ കവർ ആവുന്നത്. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസിന്റെ എത്തിക്സ്, ഇന്റർനാഷണൽ റിലേഷൻസിൽ ഉള്ള എത്തിക്സിന്റെ കാര്യങ്ങൾ, അതിപ്പോ പറഞ്ഞ പോലെ ഇറാൻ ഇഷ്യൂ വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ നോക്കും ആ കാര്യങ്ങളൊക്കെ. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR സംഭവങ്ങളാണ്. നമുക്ക് പ്രൈവറ്റ് ഓർഗനൈസേഷനിൽ CSR കുറിച്ചാണ് നമുക്ക് പഠിക്കേണ്ടത്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ ദാറ്റ് ഇസ് പേപ്പർ 4. ഓക്കെ, സോ ഇപ്പൊ ഞാൻ എല്ലാ പോർഷൻസും GS 1, 2, 3, 4 മെയിൻ ആയിട്ട് പഠിക്കുന്ന ടോപ്പിക്സ്, ഫോക്കസ് ഏരിയാസ് എന്തൊക്കെയാണെന്നാണ് ഞാനിപ്പോ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ഇനിയാണ് ഞാൻ എങ്ങനെയാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ്, സോ നമ്മൾ എല്ലാവരും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇപ്പൊ ജിയോ ആയിട്ടുള്ള കുറെ കുട്ടികളുണ്ട്. അതല്ലാണ്ട് നമുക്ക് കുറെ വിഷൻ, വജ്രം, ഒത്തിരി 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 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഓക്കെ, സോ ഇവരെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ദേ പ്രൊവൈഡ് us with സിലബസ്, ലൈക്ക് എ പ്ലാൻ ഫോർ us ടു സ്റ്റഡി. ഒരു പ്ലാൻ അവരുണ്ടാക്കി തരും. നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഡെയിലി ടാർഗറ്റ്സ് തരും, അങ്ങനെ കാര്യങ്ങളൊക്കെ തരും. അറ്റ് ദി എൻഡ് ഇവർ തരുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇവർ തരുന്നൊരു പ്ലാൻ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ബി ജനറൽ. അതായത് വി ഹാവ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ചിൽഡ്രൻ അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആസ്പിറൻസ്. ഓക്കെ, സോ ഒരാളെന്ന് പറയുന്നത് ഹൈ IQ ഉള്ള ആളായിരിക്കും. ഓക്കെ, IQ ഹൈ ആയിരിക്കും. സോ ആൾക്ക് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈസി. സോ ആളുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒരു ദിവസം ആൾക്ക് വേണമെങ്കിൽ ഒരു 10 ടോപ്പിക്സ് വരെ കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദ നെക്സ്റ്റ് പേഴ്സൺ വിൽ ബി ആൻ ആവറേജ്. അതായത് ഒരു 2 പ്രാവശ്യം 3 പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും. ഓക്കെ, ആവറേജ് IQ ഉള്ള എന്ന് പറയണം. ഓക്കെ, സോ അവർക്കപ്പോ ഒരു 5 ടോപ്പിക്സ് ഒക്കെയാണ്. ഇവിടെ 10 ടോപ്പിക്സ് ഒരു ദിവസം കവർ ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് ഒരു 5 ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് സ്ലോ ലേണേഴ്സ് ഉണ്ടാവും. ഓക്കെ, സ്ലോ ലേണേഴ്സ് വായിച്ച് എഴുതി സ്ലോ ആയിട്ട് ടൈം എടുത്തിട്ടൊക്കെയായിരിക്കും പഠിക്കാം. അവർക്കത് തറവാക്കി പോകുന്ന അങ്ങനെയായിരിക്കും. അങ്ങനത്തെ വ്യക്തികൾക്ക് ചിലപ്പോൾ ഒരു ദിവസം 2 ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ നമ്മളൊരു ജനറലൈസ്ഡ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഈ 3 പേർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആവത്തില്ല. ഓക്കെ, so the thing you have to do is you have to make your own plan. Okay, you have to make your own plan like daily targets നിങ്ങൾ തന്നെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മളൊരു ഷീറ്റ് തന്നിട്ട് അതിൽ ഇന്ന ദിവസം ഓക്കെ ടുഡേ ഇന്ന് പോളിറ്റി ആണ്, സോ ഇന്ന് നിങ്ങൾ വൈസ് പ്രസിഡന്റ് പഠിക്കണം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പഠിക്കണം, പിന്നെ ഗവർണർ പഠിക്കണം. സോ ഞാനിങ്ങനെ ആക്ച്വലി എനിക്കിങ്ങനെ എഴുതി പോയാലാണ് ഈ പറയുന്ന എൻ്റെ സിലബസ് കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് അല്ലേ? എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. യു ഹാവ് ടു മേക്ക് യുവർ ഓൺ പ്ലാൻ. നിങ്ങളുടെ കപ്പാസിറ്റി, നിങ്ങളുടെ കേപ്പബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തുള്ളൂ, മറ്റൊരു വ്യക്തിക്കും അറിയത്തില്ല. സോ യു ആർ ദ വൺ ഹു ഷുഡ് ഡിസൈഡ് വാട്ട് ടു സ്റ്റഡി. ഓക്കെ, സോ അതിനൊരു ജനറൽ വ്യൂ ആണ് ഇപ്പോൾ തന്നത്. ഓക്കെ, സോ ഐ ഹാവ് മെയ്ഡ് ഇറ്റ് ഈസിയർ ഫോർ യു. ഏതൊക്കെ സബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. അതിൻ്റെ അകത്ത് ഏതൊക്കെ ടോപ്പിക്സ് ആണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് ഇൻഫോർമേഷൻ
നിങ്ങൾ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, സോ ഐ വിൽ ഹെൽപ്പ് യു ബൈ ഗിവിംഗ് എ സ്മോൾ ഗൈഡ് ലൈൻ. ഓക്കെ, സോ ഞാനൊരു ടൈം ലൈൻ തരാം, അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാം. ഓക്കെ, സോ വി ഹാവ് ഇപ്പോ ജൂൺ കഴിയാറായി. ഓക്കെ, സോ നമുക്ക് ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്. ഓക്കെ, സോ ആക്ച്വലി ഫെബ്രുവരി നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ആക്കാം. പ്രിലിംസ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് നമുക്ക് ഫെബ്രുവരി അങ്ങനെ ഇടാം. ഓക്കെ, സോ ലിസൺ ചെയ്യാം. സോ നമുക്ക് ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, സെപ്റ്റംബർ ഉണ്ട്, ഒക്ടോബർ ഉണ്ട്. ഓക്കെ, ദീസ് 4 months ആർ വെരി ഇമ്പോർട്ടൻറ്റ് മന്ത്സ്. കാരണം നിങ്ങൾ നിങ്ങളുടെ ബേസിക്സ് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നടക്കുന്നത് ബേസിക്സ് പ്രപ്പാണ്. ഓക്കെ, ലക്ഷ്മികാന്ത് വായിക്കുന്നു, സ്പെക്ട്രം വായിക്കുന്നു, പിന്നെ ആവശ്യമുള്ള NCERTs വായിക്കുന്നു. അങ്ങനെ ലൈക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഹിസ്റ്ററി, ജിയോഗ്രഫി, പൊളിറ്റിക്സ്, അതായത് പൊളിറ്റി, എൻവയോൺമെന്റ് ആൻഡ് ഇക്കണോമിക്സ്. UPSC നോക്കിക്കഴിഞ്ഞാൽ പ്രിലിംസ് ആൻഡ് കംസ് ടോപ്പിക്സ് ആയതും പ്രിലിംസ് കം മെയിൻസ് ടോപ്പിക് ആയതും ഏറ്റവും ഹൈ സ്കോറിംഗുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇത്. ഓക്കെ, സോ ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ 4 മാസം കൊണ്ട് ഇത്രയും സബ്ജക്ട്സ് 1, 2, 3, 4, 5 ഈ 5 ടോപ്പിക്സിന്റെ ബേസിക്സ് നിങ്ങൾ കവർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ ഇഷ്ടത്തിന്. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കുറവ് സമയം എടുക്കുക എൻവയോൺമെന്റിനായിരിക്കും. ദെൻ കംസ് ഇക്കണോമിക്സ്, ജോഗ്രഫിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുക്കും, ഹിസ്റ്ററിക്കും നല്ല രീതിയിൽ ടൈം എടുക്കും, പൊളിറ്റിക്കും നല്ല രീതിയിൽ ടൈം എടുക്കും. ഓക്കെ, സോ ഈ 3 സബ്ജക്ട്സിനും ടൈം കൂടുതൽ കൊടുക്കുക. ബാക്കിയുള്ള 2 സബ്ജക്ട്സിനും ടൈം അത്ര കണ്ട് ലൈക്ക് ടോപ്പിക്സിന്റെ ബൾക്കിനെസ് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് എൻവയോൺമെന്റിനും ഇക്കണോമിക്സിനും. ഓക്കെ, സോ അതിന് സമയം കുറച്ച് കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് 4 months ആൻഡ് യു ഹാവ് 5 ടോപ്പിക്സ്. ഓക്കെ, സോ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സസ് കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് പഠിക്കാനുള്ള ടോപ്പിക്സ്. ആൻഡ് ഞാൻ കുറച്ച് മുന്നേ പ്രയോറിറ്റി ടോപ്പിക്സ് പറഞ്ഞു. സോ അതിന്റെ അകത്ത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ട, ഇപ്പൊ നമുക്ക് ജോഗ്രഫി എടുത്തു, ജോഗ്രഫിയുടെ ക്ലാസ്സസ് നമുക്ക് ക്ലൈമറ്റോളജി ഉണ്ട്, പിന്നെ അതല്ലാണ്ടുള്ള ജിയോമോർഫോളജി, അങ്ങനെ പല പല ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, സോ അതിൽ ഏതാണ് പ്രിലിംസ് കം മെയിൻസ് ടോപ്പിക്സ് ആയിട്ടുള്ളത്? സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം ഫസ്റ്റ് ഏത് പഠിച്ച്, അതായത് നമുക്ക് ആകെ 4 മാസമേ ഉള്ളൂ. 4 മാസം കൊണ്ട് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, ഇക്കണോമിക്സ് പഠിച്ച് തീരത്തില്ല. ഓക്കെ, സോ ഒരു ദിവസം ഒരു ആവറേജ് ആയിട്ടുള്ള കുട്ടി, ഇതിന്റെ കൂടെ നമുക്ക് ഓപ്ഷണൽ ഉണ്ടല്ലോ, സോ നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, മോർണിംഗ് ഈവനിങ് ആക്കാം. ഓക്കെ, ഈവനിങ് നമുക്കിവിടെ ഓപ്ഷണൽ കൊടുക്കാം. ഓക്കെ, സോ ഈവനിങ് ഓപ്ഷണൽ നമ്മൾ കൊടുത്തു. ഓക്കെ, സോ AM-ലാണ് നമ്മൾ GS ചെയ്തെന്ന് വിചാരിക്കാം. സോ ഇന്ന് നമ്മൾ പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, പിന്നെ പാർലമെന്ററി കമ്മിറ്റി, പാർലമെന്ററി സിസ്റ്റം എങ്ങനെയാണ്, ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്യാനുള്ള ടൈമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ ഇങ്ങനത്തെ ടോപ്പിക്സിൽ ഇതിൽ ഏതാണ്, പ്രസിഡന്റ് ആണോ, VP ആണോ, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ആണോ, പാർലമെന്ററി കമ്മിറ്റി ആണോ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് ഡിസൈഡ് ചെയ്യുന്നതിലാണ് കാര്യം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതിൽ എടുത്തു കഴിഞ്ഞാൽ പാർലമെന്ററി കമ്മിറ്റീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്, പിന്നെ പ്രസിഡന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ കമ്പാരിറ്റീവ്ലി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവാണ്. ഓക്കെ, വൈസ് പ്രസിഡന്റിന് അതിലും ഇമ്പോർട്ടൻസ് കുറവാണ്. ഓക്കെ, സോ പാർലമെന്ററി കമ്മിറ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കുക. അതായത് ഇന്നത്തെ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞിട്ട്, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ടോപ്പിക്സ് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആദ്യം കൊടുക്കുക പ്രസിഡന്റ്. ഓക്കെ, പിന്നെ കൊടുക്കുക നമുക്ക് പാർലമെന്ററി, ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൊടുക്കാം, പിന്നെ നമുക്ക് പാർലമെന്ററി കമ്മിറ്റി കൊടുക്കാം,
പിന്നെ നമുക്ക് വൈസ് പ്രസിഡന്റ് കൊടുക്കാം. ഓക്കെ, സോ യു സ്റ്റാർട്ട് വിത്ത് പ്രസിഡന്റ് കംപ്ലീറ്റ് ചെയ്തോ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് പോവാം. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തോ, അടുത്ത് പാർലമെന്ററി കമ്മിറ്റീസിലേക്ക് പോവാം. പാർലമെന്ററി കമ്മിറ്റി കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേനും ഉച്ചയായി, യുവർ ടൈം ഇസ് ഓവർ. സോ എന്ത് പറ്റി? വൈസ് പ്രസിഡന്റ് അവിടെ ബാലൻസ് ആണ്, കീപ് ഇറ്റ് ദയർ. ഓക്കെ, അത് അവിടെ വെക്കും. ബിക്കോസ് നെക്സ്റ്റ് 3 months നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ തന്നെയാണ്? ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ, ഈ നവംബർ, ഡിസംബർ, ജാനുവരി, ഇഫ് പോസിബിൾ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫെബ്രുവരി കൂടെ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഫെബ്രുവരി കൂടെ ആഡ് ചെയ്തിട്ട് ആ മന്ത്സിലേക്ക് അടുത്ത ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുമല്ലോ, സെയിം സബ്ജക്ട്സ് നമ്മൾ അവിടെ വീണ്ടും റിവൈസ് ചെയ്യും. ഓക്കെ, സോ ആ ലിസ്റ്റിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെയിം ടോപ്പിക്സിന് റിവൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ആരെ പോയി എഴുതണം? വൈസ് പ്രസിഡന്റ് എഴുതണം. കാരണം എന്താ? പ്രസിഡന്റും കൗൺസിൽ ഓഫ് മിനിസ്റ്ററും പാർലമെന്ററി കമ്മിറ്റി നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. സോ ഇത് മൂന്നും വീണ്ടും വായിക്കാനായിട്ട് വിച്ച് വിൽ ടേക്ക് മാക്സിമം 1 hour. ഇത് മൂന്നും കൂടി വായിക്കാനായിട്ട് 1 hour ആണ് ഉദ്ദേശം, ഓർമ്മത്തിനല്ല. സോ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് യു ഹാവ് മോർ ദാൻ ഇനഫ് ടൈം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോകേണ്ടത്. ഓക്കെ, നമ്മൾ ഒരു ദിവസം പഠിക്കാനായിട്ട് നമ്മൾ ഇതായിട്ടുള്ള ടാർഗറ്റ് ഇട്ടു. ടാർഗറ്റിലും നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. എങ്ങനെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ട സബ്ജക്ട് ഏതാന്ന് കണ്ടുപിടിക്കേണ്ടത്? ലുക്കിംഗ് ഇൻ ടു പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അതിന് ഒരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചു മുന്നേ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചത്. ആ PDF ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, സോ യു ക്യാൻ ലുക്ക് ഇൻ ടു ഇറ്റ് വെനവർ യു നീഡ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങളുടെ ഡെയിലി പ്ലാൻ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ദിസ് ഇസ് ദ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇന്നത്തെ ടാർഗറ്റ് 4 സബ്ജക്ട്സ് ആയിരുന്നു, പക്ഷെ 3 സബ്ജക്ട് കഴിഞ്ഞപ്പോൾ ടൈം തീർന്നു പോയി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? നെക്സ്റ്റ് റിവിഷൻ സൈക്കിളില്, അതായത് നവംബർ, ഡിസംബർ, ജാനുവരി റിവിഷൻ സൈക്കിളില് വൈസ് പ്രസിഡന്റിന് ആദ്യം കുഴന്നിട്ടിട്ട് ഓൾറെഡി പഠിച്ച ടോപ്പിക്സിന് ലാസ്റ്റിലേക്ക് ഇടാം. കാരണം എന്താ? അത് ഓൾറെഡി കവേർഡ് ആണ്, കുഴപ്പമില്ല. മനസ്സിലായോ? സോ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ നമ്മൾ പറഞ്ഞു ബേസിക്സ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ പോവാം. ഓക്കെ, സോ എനിക്കിനി ബിഫോർ ദാറ്റ് നമ്മളിനി നവംബർ, ഡിസംബർ, ജാനുവരിയിൽ നമ്മൾ കുറച്ചും കൂടെ മെയിൻസ് ഓറിയന്റഡ് പ്രിപ്പറേഷനാണ്. ഓക്കെ, മെയിൻസ് ഓറിയന്റഡ് പ്രിപ്പറേഷനാണ് നമ്മൾ ചെയ്യുക. ആൻഡ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഈ ഒരു മന്തിൽ നമ്മൾ പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, യു ഹാവ് ടു മേക്ക് നോട്ട്സ്. ചിലവർക്ക് നോട്ട്സ് വേണ്ട, അങ്ങനെയുള്ളവരുടെ കാര്യം ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഐ തിങ്ക് നോട്ട് മേക്കിംഗ് ഈസ് ഗുഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സ്പെക്ട്രം എടുത്തു എന്ന് വിചാരിക്കാം. സോ പോട്ടെ, ലക്ഷ്മികാന്ത് എടുത്തു. സോ നമ്മൾ ലക്ഷ്മികാന്ത് എടുത്തു കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ട് നമ്മൾ നോട്ട്സ് ഉണ്ടാക്കി. ഓക്കെ, സോ നമ്മൾ വായിച്ചു, നോട്ട് ഉണ്ടാക്കി. ദാറ്റ് ഈസ് ഡബിൾ സ്റ്റഡി. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ, സോ നമ്മൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ ഓൾറെഡി പഠിച്ചു. ഇനി നവംബർ, ഡിസംബർ, ജാനുവരിയിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും അതേ സബ്ജക്ട്സിന്, അതായത് സെയിം ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റി, എൻവയോൺമെന്റ്, ഇക്കണോമിക്സ്, ഈ സബ്ജക്ട്സ് തന്നെയാണ് ഈ നവംബർ, ഡിസംബർ, ജാനുവരിയിലും പഠിക്കാൻ പോകുന്നത്. പക്ഷെ എന്ത് ചെയ്യാം? ആഡ് വിത്ത് ഇറ്റ് എന്തൊക്കെ? സെക്യൂരിറ്റി, international relations, then what we have security, international, okay, that's security, international relations, പിന്നെ disaster management, social justice, what else was there? അങ്ങനത്തെ ടോപ്പിക്സ് ഇല്ലേ, നമ്മൾ മെയിൻസ് ഓറിയന്റഡ് ഓൺലി എന്ന് പറഞ്ഞ ടോപ്പിക്സ്, അതായത് ഈ വട്ട ടോപ്പിക്സ്, IR, സോഷ്യൽ ജസ്റ്റിസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി കാര്യങ്ങൾ. ഓക്കെ, ഏതർ നിങ്ങൾ എന്ത് ചെയ്യുക? എത്തിക്സും പറ്റുമെങ്കിൽ ഇവിടെ കയറ്റുക. പക്ഷെ വേണമെന്നില്ല. ഓക്കെ, പറ്റുമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ പ്രിലിംസ് കഴിയണ 3 മാസത്തിൽ എത്തിക്സ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്സ് കവേർഡ് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് എത്തിക്സ് മാത്രമേ പുതിയതായിട്ട് പഠിക്കേണ്ടി വരുന്നുള്ളൂ. സോ ദാറ്റ് വോണ്ട് ബി എ കൺസേൺ. സോ എത്തിക്സ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ബാക്കിയുള്ള ഈ സബ്ജക്ട്സ് ഉണ്ടല്ലോ, IR, സോഷ്യൽ ജസ്റ്റിസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സെക്യൂരിറ്റി, ഈ 4 ടോപ്പിക്സ് ആണ് പുതിയതായിട്ട് ഈ നവംബർ, ഡിസംബർ, ജാനുവരി മാസങ്ങളിൽ കയറി പോകേണ്ടത്. ഓക്കെ, സോ
ഓഫ് കോഴ്സ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതും പഠിക്കണം. ഓക്കെ, ഇതും ഇവിടെ പഠിക്കണം, ഈ 4 സാധനങ്ങൾ. സോ ദർ യു ഹാവ് ദ സെക്കൻഡ് റിവിഷൻ. ഓക്കെ, സോ അടുത്ത റിവിഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നോട്ട് ഉണ്ടാക്കണം. പക്ഷേ എന്ത് ചെയ്യണം? ഇനി സ്പെക്ട്രം വായിക്കരുത്. ഓക്കെ, സോ നമ്മൾ സ്പെക്ട്രത്തിൽ നിന്നാണ് ഈ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, സോ ഇനി ഈ ഓൾറെഡി പ്രിപ്പയർഡ് നോട്ടിനുള്ള ചാപ്റ്ററിന്റെ സ്പെക്ട്രം വായിക്കരുത്. ദാറ്റ് ഇസ് ആനമണ്ടത്തരം. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയ നോട്ട് വായിക്കണം. സോ ഈ ഫസ്റ്റ് റൈറ്റിംഗിൽ ഒരുമാതിരി നിങ്ങൾ സ്പെക്ട്രം അങ്ങനെ തന്നെ പകർത്തി വെക്കത്തേ ഉള്ളൂ. ഓക്കെ, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ ഒരു ഇൻഫോർമേഷൻ മിസ്സാവരുത് എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ ചിലപ്പോൾ ഗ്രാമർ ഒഴിവാക്കി ബാക്കിയുള്ളത് മൊത്തം സ്പെക്ട്രത്തിന്റെ മൊത്തം ആ പേപ്പറിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് റീഡിംഗിൽ, അതായത് സെക്കൻഡ് റിവിഷൻ, നമ്മൾ നവംബർ ഡിസംബർ ജാനുവരി മന്തിലെ റിവിഷനിൽ ടേക്ക് ദിസ് നോട്ട്, റീഡ് ആൻഡ് റൈറ്റ് ദ നോട്ട് അഗെയിൻ. ഓക്കെ, ഇതിന്റെ പ്രത്യേകത എന്താ? ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് വായിച്ച് അറിയാമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സെക്കൻഡ് നോട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ എഴുതത്തുള്ളൂ. മനസ്സിലായോ? ദാറ്റ് ഈസ് ദ ക്രൈറ്റീരിയ ബിഹൈൻഡ് ദാറ്റ് തിങ്കിങ്. ഓക്കെ, അപ്പൊ ഈ നോട്ട് ഈ മഞ്ഞ നോട്ടിനും ചെറുതായിരിക്കും, ഈ വൈറ്റ് നോട്ട് ഓഫ് കോഴ്സ് ചെറുതായിരിക്കും. ഐ ഗ്യാരണ്ടി ദാറ്റ്. ഓക്കെ, ഇവിടെ എന്തായി? ഒരു റീഡിങ് കഴിഞ്ഞു, ഒരു നോട്ട് പ്രിപ്പറേഷൻ കഴിഞ്ഞു. സെക്കൻഡ് റീഡിങ് ആ നോട്ട് പ്രിപ്പയർ ചെയ്തു. ദ നെക്സ്റ്റ് നോട്ട് ഇസ് മെയ്ഡ് നൗ. ആൻഡ് ഓഫ് കോഴ്സ് സ്പെക്ട്രം എന്ന് പറയുന്ന ബൈബിൾ പോലെ ഇരിക്കുന്ന ബുക്കിൽ നിന്ന് ഈ പേജസിലേക്ക് ഇത് ചുരുങ്ങി. ഈ പേജിൽ നിന്ന് ഒരു 3-4 പേജിലേക്ക് ഈ നോട്ട് വീണ്ടും ചുരുങ്ങും. ഓക്കെ, ഇനി എന്ത് ചെയ്യും? നമ്മൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്യില് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു പേപ്പർ എടുത്തിട്ട് പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കും. അതായത് ഫോർ എക്സാമ്പിൾ പിന്നെ നമ്മുടെ വോർ നടന്ന ഇയർ 1982, അങ്ങനെ 1982 അത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, വോറല്ല, ലൈക്ക് സ്ട്രഗിൾ നടന്ന സമയം. ഓക്കെ, സോ ഇങ്ങനത്തെ രീതിയിലുള്ള ഇൻഫോ മാത്രം നമ്മളിങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങും. സോ അത് ഒരു A4 ഷീറ്റിൽ തീരും. മനസ്സിലായി? ഇങ്ങനെയാണ് ഒരു എന്താ പറയാ, ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഞാൻ ഈ സംസാരിച്ചത് ഞാൻ നേരത്തെ വരച്ച ആ 3 കുട്ടികളിൽ ഇങ്ങേയറ്റത്തിരുന്ന ആവറേജിനും ബിലോ ആയിട്ടുള്ള ടൈം എടുത്ത് സ്റ്റഡി ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറിയാണ് ഞാനിപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് എല്ലാവരും അങ്ങനെ പഠിക്കുന്ന കുട്ടികളാണ്. സോ ഐ തിങ്ക് ദാറ്റ് വുഡ് ബി ഈസിയർ ഫോർ യു. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും നമ്മൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ എഴുതിയ കാര്യങ്ങൾ ഓർത്തിരിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ നോട്ട് മേക്കിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നോട്ട് മേക്കിംഗ് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് മേക്കിംഗ് ചെയ്യണോ വേണോ വേണ്ടയോ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടല്ല, ഈ ഒരു പോർഷന്റെ ആവശ്യം എന്താണ്? ലെറ്റ് മീ ടെൽ യു. നിങ്ങൾ പ്രിലിംസ് കിട്ടി, സോ നിങ്ങൾ മെയിൻസിന് പ്രിപ്പയർ ചെയ്യാൻ പോവുക. ഓക്കെ, സോ നാളെ മെയിൻസിന്റെ എക്സാം ആണ്. ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും തലേദിവസം രാത്രി റിവിഷൻ ചെയ്യും. തലേദിവസം രാത്രി റിവിഷൻ ചെയ്യുമ്പോൾ സ്പെക്ട്രം എടുത്ത് വെച്ച് പേജ് മറയ്ക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കില്ല ആർക്കായാലും. കാരണം എന്താ? സ്പെക്ട്രം മാത്രം വായിച്ചാൽ മതിയോ? സ്പെക്ട്രം വായിക്കണം, ജോഗ്രഫിയുടെ വായിക്കണം, സൊസൈറ്റി വായിക്കണം. ഒരു എക്സാമിന് മുന്നേ ആണ് ഇതെല്ലാം വായിക്കേണ്ടത്. ഒരു ദിവസം 2 എക്സാം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ എന്തായിരിക്കും അവസ്ഥ? നല്ല രസമായിരിക്കില്ലേ? സോ ഇങ്ങനെ ഒരു 2 പേജ് നോട്ടൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ മാക്സിമം എത്ര പേജസിന്റെ നോട്ട്സ് ഉണ്ടാവും? ദാറ്റ് വുഡ് ബി ഏറ്റവും മാക്സിമം ഒരു 100 പേജസ് ആണ് നിങ്ങൾക്ക് വായിക്കേണ്ടി വരത്തുള്ളൂ. rather than reading books and books, just maximum 100 pages to revise. അതല്ലേ the best thing. അതുകൊണ്ടാണ് നോട്ട് മേക്കിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ മാക്സിമം ഐ വോണ്ട് ടു സേ ഇറ്റ് ഇസ് കമ്പൽസറി. ഞാൻ എന്റെ പെർസ്പെക്റ്റീവ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോട്ട് മേക്കിംഗ് ഇസ് വെരി ഗുഡ് ഫോർ യു. ഓക്കെ, സോ നോട്ട് മേക്കിംഗ് ചെയ്ത് പോവാ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ടൈമില് പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇത് പോവാം. ഓക്കെ, ഇനി ഇതിന്റെ ഇടയിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലായാലും നവംബർ ഡിസംബർ ജാനുവരി മന്തിലായാലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മന്തിലായാലും കറണ്ട് അഫയേഴ്സ് നോക്കി പോവാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് കാണാം. ഓക്കെ, either read the newspaper അല്ലെങ്കിൽ നമുക്ക് ജിയോയുടെ കറണ്ട് അഫയേഴ്സ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹിന്ദു അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹിന്ദു അനാലിസിസ് അല്ലെങ്കിൽ ഹിന്ദു ഇന്ത്യൻ എക്സ്പ്രസോ ഏതും ആവാം. ഓക്കെ, ഹിന്ദുവിൽ കുറച്ച് വായിക്കൊള്ളാത്ത ഇംഗ്ലീഷാണ്,
ഇന്ത്യൻ എക്സ്പ്രസിൽ നാടൻ ഇംഗ്ലീഷാണ്. ഓക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ either of it it's not an issue. Either Indian Express or Hindu, അതാണ് ഐഡിയൽ ആയിട്ട് പറയാം. സോ either of the newspaper, just read it daily. Okay, വായിക്കാൻ പറ്റില്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് സെഷൻസ് കണ്ടുപോവുക. ബി ഡെയിലി അപ്ഡേറ്റഡ്. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ജോട്ട് ഇറ്റ് ഡൗൺ. ഇനി എന്തെങ്കിലും മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ന്യൂസ് പേപ്പറിൽ വരികയാണെങ്കിൽ അതിനെ കുറിച്ചിട്ടും ഒരു ചെറിയൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് എന്ന് പറഞ്ഞ ഒരു ബുക്ക് എഴുതി കൂട്ടരുത്. ഓക്കെ, ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി മാക്സിമം 5 lines. 5 ലൈനിൽ കൂടുതലുള്ള ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യരുത്. ദാറ്റ് ഈസ് വേസ്റ്റ് ആൻഡ് അൺനെസസറി. ഓക്കെ, so that's it. So I think I have given you the ultimate plan. July, August, September, October basics അതായത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, എൻവയോൺമെന്റ്, ഇക്കണോമിക്സ് കവർ ചെയ്യാം. നവംബർ, ഡിസംബർ, ജാനുവരി, ഇഫ് പോസിബിൾ ഫെബ്രുവരി എടുത്തിട്ട് അതിൽ ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എൻവയോൺമെന്റ്, ഇക്കണോമിക്സ് ഇവിടെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ കവർ ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്സിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നവംബർ, ഡിസംബർ, ജാനുവരിയിൽ ചെയ്യാം. കൂടെ സെക്യൂരിറ്റി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, സോഷ്യൽ ജസ്റ്റിസ് ഇതും കവർ മിക്സ് ചെയ്ത് കൂടെ പോകും. ഓക്കെ, പ്രയോറിറ്റി ഈ വൈറ്റ് പോർഷൻസിന് പ്രയോറിറ്റി എടുക്കുക, കാരണം അത് നമ്മൾ കവർ ചെയ്തിട്ടില്ല. ആൻഡ് സൈഡായിട്ട് ഇവിടെ കവർ ചെയ്യാത്ത പോർഷൻസും ഇവിടെ ചെയ്യാം. ഓൾറെഡി കവർ ചെയ്ത പോർഷനും കൂടെ ഓർണം വെച്ച് ഇട്ടിട്ട് പോവാം. സോ ദാറ്റ് വിൽ ബി ദ റിവിഷൻ പാർട്ട്, സെക്കൻഡ് റിവിഷൻ. ഓക്കെ, ആൻഡ് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് എക്സാമിന്റെ തലേദിവസം വരെയുള്ള ടൈമില് റിവിഷൻ ആണ്. അതായത് ആ സമയത്ത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാതിരിക്കും. ഓക്കെ, മാർച്ച്, ഏപ്രിൽ, മെയിൽ നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ജൂലൈ തൊട്ട് ജാനുവരി വരെ നിങ്ങൾ ഉണ്ടാക്കിയ നോട്ട്സ് റിവൈസ് ചെയ്യുക, വായിക്കുക, കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, മാഗസീൻസ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കണമെങ്കിൽ നോക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യാം. ഓക്കെ, so that's it. If you have any doubts, do contact me. Okay, so thank you.